മത്തായി 21:1. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകുന്നു. ബൈബിളിലെ 10 കന്യകമാർ എന്നുള്ള ഉപമയെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്കിറ്റ്. അതിനെ ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് ഈ സ്കിറ്റിലൂടെ നമുക്ക് നോക്കാം. The Church Youth Girls presents 10 കന്യകമാർ. വരൂ, നമുക്ക് നമ്മുടെ മണവാളിനെ എതിരേൽക്കാൻ ഒരുങ്ങാം, അല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. സഹോദരിമാരെ, ബാക്കിയുള്ള 5 പേരെവിടെ? അവരെ കാണുന്നില്ലല്ലോ. അവരിന്നത്തെ ഈ കൂടിവരവ് മറന്നുപോയോ? അവർ വരാതെ ഇരിക്കോ അതോ മണവാളൻ വന്നോ? അതേലോ, കസേരകളെല്ലാം ശൂന്യമായി കിടക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. നമ്മുടെ വിശുദ്ധ ജീവിതവും പ്രാർത്ഥനയും കാത്തിരിപ്പും ഒന്നും വെറുതെ ആകില്ല. നമ്മുടെ മണവാളൻ വരും, അപ്പോൾ നാം അവനോടൊത്തു പോകും. നമുക്കെന്ന് എല്ലാവർക്കും ഈ വിളക്കുകൾ താഴെ വെച്ച് ഈ കസേരകളിലിരുന്ന് കർത്താവിനെ പാടി ആരാധിക്കാം. സിസ്റ്റേഴ്സ്, നിങ്ങളെല്ലാവരും എന്ത് പറ്റി ഇത്ര വൈകിയത്? അത് പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ ഉറങ്ങിയിട്ട് വരാമെന്ന് കരുതി. ആഴ്ചയിൽ ഒരു സൺഡേ ഉള്ളു കിട്ടുന്നത്. ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. അന്ന് നേരത്തെ എഴുന്നേൽക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ. അതെ. ഞാനും രാവിലെ കുറച്ച് ബിസി ആയിരുന്നു. രാവിലെ എനിക്ക് ഒരു സ്റ്റോറിയും ഒരു പോസ്റ്റ് ഇട്ടില്ലേ എന്റെയും എന്റെ ഫോളോവേഴ്സിന്റെയും ഡേയും സ്റ്റാർട്ട് ആവില്ല. അതുമല്ല, മോട്ടോർവേ ക്ലോസ് കാരണം എന്തൊരു ട്രാഫിക് ആയിരുന്നു. അതെ, എനിക്കും പ്രിയനെ കാണാൻ അതിയായ വാഞ്ചയാ. എന്ന് വരുവോ ആവൂ. ഇതുവരെ വന്നില്ല. ഇനി എപ്പോ വരാനാ? ഏതായാലും നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര ഒരുങ്ങി വന്നതല്ലേ, കുറച്ചു നേരം കാത്തിരുന്നിട്ട് പോകാം. എത്ര നേരമായി ഈ വിളക്കുകളെല്ലാം പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നമുക്കിതൊക്കെ താഴെ വെച്ച് ആ കസേരകളിൽ ഇരുന്നാലോ? അയ്യോ, ആരാ ഈ കസാരൊക്കെ ഇത്ര മുന്നിലോട്ടിട്ടത്? എനിക്കാണെങ്കിൽ ഈ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതേ അത്ര ഇഷ്ടമല്ല. നമുക്ക് ബാക്ക് സീറ്റിൽ വരുമ്പോ ഇരിക്കാം. അല്ലെങ്കിലും എവിടെയോ പിൻപന്മാർ മുൻപന്മാരാകുന്നു പറഞ്ഞിട്ടില്ലേ? നമുക്ക് ഇപ്പോഴേ ബാക്കിൽ പോയി ഇരിക്കാം. സഹോദരിമാരെ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കിട്ടിയ ഈ അവസരം പാഴാക്കാതെ നമുക്ക് ഈ സമയം ദൈവത്തെ പാടി സ്തുതിക്കാം. എന്നെക്കൊണ്ടൊന്നും വയ്യ. ലോങ് ഡ്യൂട്ടിയും ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഞാൻ നല്ല ടയേർഡാണ്. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് ജോയിൻ ചെയ്തോളാം. അല്ലേലും പള്ളിയിൽ ഇത്രയും നല്ല കൊയർ ടീം ഉള്ളപ്പം നമ്മൾ എന്തിനായി പാടുന്നേ? അവര് പാടട്ടെ, നമുക്കിവിടെ അത് കേട്ട് ആസ്വദിച്ചിരിക്കാം. അല്ലേലും ഇത്ര സൈഡ് ബിസിനസ് ഉള്ളപ്പോ 6 വർഷപ്പൊക്കെ ചെയ്യാൻ പോകുന്നേ? അത് തന്നെ. ഞാൻ ഈ ചർച്ച് മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു ലോഡ് 100 മെസ്സേജസ് ആണ്. എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നോക്ക്, അവർ നമ്മളെ മാത്രം ഉദ്ദേശിച്ചേ പാട്ട് പാടിയേ. അവർ വെള്ളവസ്ത്രം ധരിച്ച് വന്നേക്കുന്നു. അതെ, കണ്ടില്ലായിരുന്നോ? ചർച്ചിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിരുന്നു, എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ചു വരണമെന്ന്. അതെങ്ങനെ ശരിയാകും? ഈ കൊടും തണുപ്പ് കാരണം ഇടാൻ പറ്റാത്ത എല്ലാ ഡ്രസ്സസും ഞാൻ പിന്നെ എവിടെ ഇടും? ലാസ്റ്റ് ഓർഡർ ചെയ്തതിൽ 10 ഡ്രസ്സസ് ഇതുവരെ ഇട്ടിട്ടില്ല.
പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സയോർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സയോർക്കും തോറും രമ്യം. മോളെ, നിന്നെ ഈ അടുത്ത് ഒന്നും മീറ്റിംഗ്സ് ഒന്നും കണ്ടിട്ടില്ലല്ലോ, എന്ത് പറ്റി? അത് പിന്നെ സിസ്റ്ററെ, ഈ കണ്ടിന്യൂസ് ജോലിയും വീട്ടിലെ ജോലിയും എല്ലാം കൂടെ നല്ല ബിസി ആയിപ്പോയി. സഹോദരിമാരെ, ഇനി നമുക്ക് ദൈവവചനം വായിക്കാം. മത്തായി 24:40. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. അയ്യോ, എല്ലാരും കൊനിഞ്ഞിരുന്നോ, നമ്മളെ ഈ പാസ്റ്റർ നോക്കുന്ന ഇപ്പൊ പേര് വിളിക്ക്, നോക്കിക്കോ. ശരിയാ, വേഗം കുനിഞ്ഞിരുന്നോ എല്ലാവരും. സ്വർഗസ്ഥനായ ദൈവമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ. സിസ്റ്റേഴ്സ്, ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നല്ല ക്ഷീണമുണ്ട്. നമുക്കൊരു പവർ നാപ്പ് എടുത്താലോ? ശരിയാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ആദ്യം മണവാളൻ വരുന്നത് കാണുന്നവർ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചുണർത്തണേ. വേഗം എഴുന്നേൽക്കെല്ലാവരും, നമ്മളുടെ മണവാളൻ വന്നെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് വെളുക്കൾ തെളിയിച്ച് മണവാളനെ എതിരേൽക്കാം. എണ്ണിക്കെല്ലാവരും, അവരതാ വിളക്കുകൾ തെളിയിക്കുന്നു. മണവാളൻ വരുന്നെന്നാ തോന്നുന്നു. നമുക്കും നമ്മളുടെ വിളക്കുകളെ തെളിയിക്കാം. അയ്യോ, വിളക്കുകൾ കെട്ടുപോകുന്നല്ലോ. നിങ്ങളുടെ ആരുടെയും കയ്യിൽ എണ്ണയുണ്ടോ? ഇല്ല, ഞങ്ങളുടെ ആരുടെ അടുത്തും എണ്ണയില്ല. അതാ അവരുടെ കയ്യിൽ എണ്ണയുണ്ട്. വാ, നമുക്ക് അവരോട് കുറച്ച് എണ്ണ തരുമോ എന്ന് ചോദിക്കാം. ഞങ്ങൾക്ക് കുറച്ച് എണ്ണ തരുമോ? ഇല്ല, എണ്ണ ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും എന്നതിനാൽ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ ചെന്ന് വാങ്ങുവിൻ. ഓ, അപ്പൊ ഒരു ആവശ്യം വന്നാ നിങ്ങളൊന്നും ഞങ്ങളെ സഹായിക്കില്ലേ അല്ലേ? സാരമില്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അവരോട് ചോദിക്കണ്ട എന്ന്. ടെസ്കോയിലും മസ്തയിലും എണ്ണയ്ക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്. വാ, നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം. അല്ലേലും ആർക്ക് വേണം നിങ്ങളുടെ എണ്ണ? നിങ്ങളുടെ മനസ്സറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കുറെ മാലാഖമാർ വന്നേക്കുന്നു. മണവാളൻ വരുന്നു, അവനെ വരവേൽപ്പാൻ പുറപ്പെടുവീൻ. അവർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്ന 5 പേർ മണവാളന്റെ കൂടെ മണിയറയിൽ പ്രവേശിച്ചു. വാതിൽ അടച്ചു. അയ്യോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എവിടെ എല്ലാരും? അതാ വാതിലടച്ചിരിക്കുന്നു. ഇനി അവരെങ്ങാനും മണവാളന്റെ കൂടെ മണിവറയിൽ പ്രവേശിച്ചോ? ഏതായാലും നീ വാതിലിൽ നിന്ന് തട്ടി നോക്ക്. എക്സ്ക്യൂസ് മീ ബ്രോ. നോ, കർത്താവേ എന്ന് വിളിക്കേ. അയ്യോ, സോറി. കർത്താവേ, വാതിൽ തുറക്കണമേ.
ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങളെല്ലാവരും ഒന്ന് മാറിയെന്നേ, ഞാൻ ചോദിക്കട്ടെ കർത്താവിന് എന്നെ അറിയാമോ എന്ന്. കർത്താവേ, ഞാൻ അന്നയാണ്. എന്നെ അറിയാമല്ലോ അല്ലേ? എൻ്റെ വീട്ടുകാരൊക്കെ കർത്താവിൻ്റെ ദാസന്മാരും മിഷണറിമാരും ഒക്കെയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് വാതിൽ തുറക്കണേ. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങളെല്ലാരും ഒന്ന് മാറി നിന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. കർത്താവേ, ഞാൻ അലക്സയാണ്. ഫേസ്ബുക്കിലും മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എനിക്ക് 100K ഫോളോവേഴ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതൽ ദൈവവചനം ഷെയർ ചെയ്യുന്ന ഞാനാണ്. എന്നെ അറിയില്ലേ കർത്താവേ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അയ്യോ, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മൾ കൈവിടപ്പെട്ടു പോയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, നമ്മൾ കൈവിടപ്പെട്ടു പോയല്ലോ. മത്തായി 24:42-43. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്കകൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നില്ലയോ? കർത്താവിൻ്റെ വരവിൽ ഈ 5 കന്യകമാരെ പോലെ കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ വരൂ, നമുക്ക് 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമ്മുടെ മണവാളനെ എതിരേൽപ്പാൻ ഒരുക്കത്തോടെയിരിക്കാം. ഈ സ്കിറ്റ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ആമേൻ.